ശരി ശരി. ഇപ്പോൾ ടി ജി മോഹൻദാസിനെ വൈദ്യ പരിശോധനയ്ക്ക് പുറത്തേക്ക് കൊണ്ടുപോകുന്നു. തലസ്ഥാനത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ലെന്നാണ് മനസ്സിലാക്കുന്നത്. വൈദ്യ പരിശോധനയ്ക്കായി കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് കാണുന്നത്. ഇയാളെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്. ടി ജി മോഹൻദാസിന് വേണ്ടി അവിടെ സംഘപരിവാറുകാരുടെ മുദ്രാവാക്യമാണ് കേൾക്കുന്നത്. ബി ജെ പി പ്രവർത്തകർ തമ്പടിച്ച് മുദ്രാവാക്യം എടുക്കുന്നുണ്ട്. അർജുൻ മട്ടന്നൂർ വിവരങ്ങളുമായി. അർജുൻ, ഇപ്പോൾ ഇതാ ടി ജി മോഹൻദാസിനെ വൈദ്യ പരിശോധനയ്ക്ക് കൊണ്ടുപോവുകയാണ്. ഒരു സ്വാതന്ത്ര്യ സമര സേനാനി ഇറങ്ങി വന്നത് പോലെയാണ് അവിടെ പാർട്ടി പ്രവർത്തകർ അദ്ദേഹത്തെ മുദ്രാവാക്യം വിളിച്ച് വാഹനത്തിലേക്ക് കയറ്റിയിരിക്കുന്നത്. എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം? സ്മൃതി, അത് തന്നെയാണ്. ടി ജി മോഹൻദാസിനെ ചോദ്യം ചെയ്യാൻ വേണ്ടി അന്വേഷണ സംഘം എത്തി എന്ന് അറിഞ്ഞത് മുതൽ തന്നെ സംഘപരിവാർ പ്രവർത്തകർ, ബി ജെ പി പ്രവർത്തകരടക്കം ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഇപ്പോഴിതാ കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ടി ജി മോഹൻദാസിനെ കൊണ്ടുപോകുമ്പോൾ മുദ്രാവാക്യം വിളികളുമായാണ് ടി ജി മോഹൻദാസിനെ പ്രവർത്തകർ യാത്രയാക്കുന്നത്. അഭിവാദ്യങ്ങളടക്കം അർപ്പിച്ചുകൊണ്ട് ഇത്തരത്തിൽ അധിക്ഷേപകരമായ പരാമർശം നടത്തിയ, സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയ, സ്ത്രീകളെ ബലാത്സംഗം ചെയ്യണം എന്നതടക്കം പറഞ്ഞ, ആളുകളെ വെടിവെച്ചു കൊല്ലണം എന്നതടക്കം പറഞ്ഞ ടി ജി മോഹൻദാസിനെ മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് ഇപ്പോൾ യാത്രയാക്കുകയാണ് പ്രവർത്തകർ. നേരത്തെ തന്നെ പ്രാദേശികമായ നേതാക്കളടക്കം ഇങ്ങോട്ടേക്ക് എത്തുകയും ചെയ്യുന്നു. RSS അടക്കം തള്ളിപ്പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോലും പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ് ഇപ്പോൾ ടി ജി മോഹൻദാസിനെ യാത്രയാക്കുന്നത്. ഇപ്പോൾ ഇതാ തിരുവനന്തപുരത്തുള്ള പോലീസ് സംഘം ഇപ്പോൾ ടി ജി മോഹൻദാസിനെ പോലീസ് ജീപ്പിൽ കയറ്റി കൊണ്ടുപോവുകയാണ്. തൊട്ടടുത്തുള്ള ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള കരുവേലിപ്പടി ആശുപത്രിയിലേക്ക് ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്ക് വേണ്ടി കൊണ്ടുപോവുകയാണ്. അതിനുശേഷം അവിടെ നിന്നായിരിക്കും ഒരു പക്ഷേ ആരോഗ്യ നിലയിൽ പ്രശ്നങ്ങളില്ല എന്ന് കണ്ടാൽ സ്വാഭാവികമായും ടി ജി മോഹൻദാസിനെ തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകാൻ സാധ്യതയുണ്ട്. ഈ കാര്യത്തിലൊരു അന്തിമ വീട്ടിൽ കുറെ നേരമായി പോലീസ് റെയ്ഡൊക്കെ നടത്തിയ ശേഷമാണ് ഇപ്പോൾ കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. ഈ ലാപ്ടോപ്പും ഈ വിദ്വേഷം വിളമ്പിയിരുന്ന ലാപ്ടോപ്പും മറ്റ് പണിയായുധങ്ങളൊക്കെ കസ്റ്റഡിയിലെടുത്തോ? ഇപ്പോൾ ടി ജി മോഹൻദാസിനെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയാണ്. കരുവേലിപ്പടി താലൂക്ക് ആശുപത്രിയിലേക്കാണ് ടി ജി മോഹൻദാസിനെ കൊണ്ടുപോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതാണ്ട് 2 കിലോമീറ്റർ മാത്രം അകലെയുള്ള ആശുപത്രിയിലേക്ക് എത്തിച്ച് ടി ജി മോഹൻദാസിന്റെ
വൈദ്യപരിശോധന പൂർത്തിയാക്കും. അതിനുശേഷമായിരിക്കും മറ്റ് നടപടിയിലേക്ക്, അതായത് അറസ്റ്റ് ചെയ്യുന്നത് ഇവിടെ വെച്ച് വേണോ അല്ലെങ്കിൽ തിരുവനന്തപുരത്ത് വെച്ച് വേണോ എന്നടക്കമുള്ള കാര്യങ്ങളിൽ ഒരു തീരുമാനം ഉണ്ടാവുക. സ്വാഭാവികമായി ഇപ്പോൾ പോലീസ് സംഘം ഇപ്പോൾ ടി ജി മോഹൻദാസുമായി ഇപ്പോൾ പോവുകയാണ്. താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ഇപ്പോൾ ടി ജി മോഹൻദാസിനെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ചുകൊണ്ടാണ്. ശരി, ഈ വാഹനത്തിന് പിറകെ പ്രവർത്തകരുടെ വാഹനവും പോയിരിക്കുകയാണോ? ആശുപത്രിയിലേക്ക്, തൊട്ടടുത്തുള്ള ആശുപത്രിയിലേക്കാണ് വൈദ്യപരിശോധനയ്ക്കായി കൊണ്ടുവരിക്കുന്നത്. കരുവേലപ്പടി ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിരിക്കുന്നു. വൈദ്യപരിശോധന ശേഷം തിരുവനന്തപുരത്തേക്ക് കൊണ്ടുപോകുന്ന കാര്യത്തിൽ തീരുമാനമാകും എന്നുള്ളതാണ്. ടി ജി മോഹൻദാസിന് പിന്തുണയുമായി അവിടെ BJP പ്രവർത്തകർ എത്തിയിരിക്കുന്നു. മുദ്രാവാക്യം വിളികളാണ് കേട്ടത്. അധിക്ഷേപ പരാമർശങ്ങൾ മാത്രമല്ല, വിദ്വേഷ പരാമർശം, കലാപത്തിന് ആഹ്വാനം, ആക്രമണത്തിന് ആഹ്വാനം നടത്തുന്ന പ്രതികരണം. ടി ജി മോഹൻദാസിന്റെ ആ പ്രതികരണം ഇപ്പോഴും യൂട്യൂബിൽ ലഭ്യമാണ്. വീഡിയോ ഇതുവരെ നീക്കം ചെയ്യപ്പെട്ടിട്ടില്ല. ജൂലൈ 29-നാണ് ടി ജി മോഹൻദാസിനെതിരെ CPI നേതാവിന്റെ പരാതിയിൽ കേസെടുത്തത്. പക്ഷേ അറസ്റ്റിലേക്ക് നീങ്ങുന്നു, കസ്റ്റഡിയിലേക്ക് നീങ്ങിയത് ഇന്നിപ്പോൾ 11-ാം ദിവസമാണ്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.